പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് സന്തോഷകരമായ വാർത്തകളാണ്. ഒന്ന്, എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ വിറ്റുപോയി. മോഹൻലാലിൻ്റെ വിമർശകർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എമ്പുരാൻ്റെ OTT വിറ്റുപോയില്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എമ്പുരാൻ്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ വിറ്റുപോയതാണ്. പക്ഷേ ചില സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, തർക്കങ്ങളുണ്ടായിരുന്നു. 70 കോടിയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്, അതിൽ കൂടുതൽ വേണം എന്ന് ലൈക്ക 90 കോടി വരെ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു അന്ന് വന്നത്. പക്ഷേ ഇപ്പോൾ മികച്ചൊരു തുകയ്ക്ക്, മലയാള സിനിമയിൽ ഇന്നേ വരെ കാണാത്ത ഒരു തുകയ്ക്ക്, റെക്കോർഡ് തുകയ്ക്ക് തന്നെയാണ് OTT അവകാശങ്ങൾ വിറ്റുപോയിട്ടുള്ളത്. 70 കോടിക്ക് മുകളിലുള്ള ഒരു തുക തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ 24-ാം തീയതിയാണ് ചിത്രം OTT റിലീസാകുന്നത്, ഹിന്ദി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഷയിലും. 25-ാം തീയതിയാണ് തുടരും എന്ന് പറയുന്ന ചിത്രം റിലീസാകുന്നത്. അപ്പം അതുവരെ എമ്പുരാൻ ഭരിക്കും, അതിനുശേഷം ഷൺമുഖൻ ഭരിക്കും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മറ്റൊരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ അജിത്തിൻ്റെ ചിത്രം 200 കോടി പിന്നിടുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. അപ്പോൾ ഇന്നലെ വരെ 193 കോടിയായിരുന്നു ഈ ചിത്രം നേടിയത്. ഇന്നുകൊണ്ട് അത് 200 കോടി ടച്ച് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 120 കോടിയും തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഈ ചിത്രം നേടിയിരിക്കുന്നത് 3 കോടി 63 ലക്ഷം രൂപയാണ്. ഇന്നുകൊണ്ട് അത് 3 കോടി 80 ലക്ഷത്തിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ അവധി ദിനമാണ്. 4 കോടിയും 4 കോടിക്ക് മുകളിലും ഈ ചിത്രം കേരളത്തിൽ നിന്ന് കണക്ട് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡായിട്ട് 250 കോടി ടച്ച് ചെയ്യും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയത്തിലേക്കാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം നീങ്ങുന്നത്. മറ്റൊരു ചിത്രം നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന് പറയുന്നത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം തന്നെ. അതിൻ്റെ കളക്ഷൻ ഒരു തരത്തിലും കുറയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആലപ്പുഴ ജിംഖാനയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ 1,36 ലക്ഷം രൂപയാണ് ട്രാക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഇത് 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ 2.5 കോടിയായിരുന്നു, ഇന്നും 2 കോടിക്ക് മുകളിലുള്ള ഒരു തുക ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. എങ്കിൽ ഇന്നുകൊണ്ട് 22 കോടി 50 ലക്ഷത്തിലേക്ക് ഇത് എത്തുകയും ചെയ്തു, കേരളത്തിൽ നിന്ന് മാത്രം. അത് വേൾഡ് വൈഡായിട്ട് പ്രതീക്ഷിക്കുന്നത് 40 കോടിയാണ്. അപ്പം വരും ദിവസങ്ങളിൽ ഇത് 50 കോടി ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരും ദിവസങ്ങളിലെല്ലാം അവധിയാണ്. അവധി ദിനങ്ങൾ ഇതിൻ്റെ ഒരു കടന്നുകയറ്റം തന്നെ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നെഫ്ലിൻ്റെ കരിയറിലെ 2ാമത്തെ ചിത്രവും, പ്രേമലു കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ ചിത്രവും 40 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ചിത്രമാണ് മരണമാഫിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ ഇട്ടപ്പം തന്നെ പറഞ്ഞു, ഇതിപ്പോൾ തുടക്കത്തിൽ 3-ാം സ്ഥാനത്തായിരിക്കും, പക്ഷേ പടിപടിയായിട്ട് അതിൻ്റെ സ്ഥാനം മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. ആദ്യത്തെ ദിനം 1 കോടി രൂപയുണ്ടായിരുന്നു, പിന്നെ അത് 1.5-2 കോടിക്കടുത്തേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ പടിപടിയായിട്ടുള്ള കടന്നുകയറ്റം തന്നെയായിരുന്നു മരണമാഫിനുണ്ടായത്. അത് കൃത്യമായിട്ടൊരു വിജയ ചിത്രമായി മാറുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. മരണമാഫിൻ്റെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയാണ്. ഇന്നലെ വരെ 50 ലക്ഷമായിരുന്നു, ഇന്ന് 35 ലക്ഷമാണ്. അത് ഇന്ന് കൊണ്ട് ഏകദേശം 60 ലക്ഷം ഇന്ന് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് കേരളത്തിൽ നിന്ന് ഇത് കിട്ടാൻ പോകുന്നത് 8 കോടി 50 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡായിട്ട് ഇത് 33 കോടിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 33 കോടിയല്ല, 13 കോടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 13 കോടിയും ഇന്ന് ടച്ച് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടി, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിച്ച ബഫൂക്ക തന്നെയാണ്. ബഫൂക്കയെ സംബന്ധിച്ച് നമ്മൾ നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം 1-ാം സ്ഥാനത്ത് നിന്ന ബഫൂക്ക പടിപടിയായിട്ട് അത് 3-ാം സ്ഥാനത്തിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളെ വിമർശിക്കാൻ ഒത്തിരി പേര് തയ്യാറാകും.
നമ്മൾ ആദ്യമേ തന്നെ പറയുന്നതാണ്, ഇത് പടിപടിയായിട്ട് താഴേക്കാണ് വരുന്നത് എന്നുള്ളത്. അത് പലർക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ ബസൂക്കയെ, മമ്മൂട്ടിയെ വിരോധി ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് ഒരിക്കലും ശരിയല്ല എന്ന് ഈ ഉള്ളവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 19 ലക്ഷം രൂപ മാത്രമേ ഈ ചിത്രത്തിന് നേടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് 40 ലക്ഷത്തിന് താഴെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രം ഒരാഴ്ച പിന്നിടുമ്പോൾ കേവലം 40 ലക്ഷം ഗ്രോസ് നേടുന്ന ഒരു ചിത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതും വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നുകൊണ്ട് ഈ ചിത്രം 12 കോടി ടച്ച് ചെയ്യും കേരളത്തിൽ നിന്ന് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നലെ വരെ 11 കോടി 65 ഇന്ന് ഏകദേശം 40 കോടി എങ്കിലും നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 12 കോടി ടച്ച് ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് മാറും. അതുപോലെ വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക 24 കോടിയാണ്. അത്രയും ടച്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. അപ്പം കുറച്ച് അവധി ദിവസങ്ങൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പം മികച്ച പ്രതികരണം തന്നെ ഈ ചിത്രത്തിന് ലഭിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നലത്തെ സംബന്ധിച്ച്. ഇന്നലെ 7ാമത്തെ ദിവസമായിരുന്നു. അതുവരെ ഈ ചിത്രം ഇറങ്ങിയ 10-ാം തീയതി മുതൽ വിഷു ചിത്രം ഇറങ്ങിയ അന്ന് മുതൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒറ്റ ചിത്രമായിരുന്നു. അഗ്ലി എന്ന് പറയുന്ന അജിത്തിൻ്റെ ചിത്രമായിരുന്നു 1-ാം സ്ഥാനത്ത്, ടിക്കറ്റ് വിൽപ്പന 1-ാം സ്ഥാനത്ത് നിന്നത്. ഇന്നലെ ഒറ്റ ദിവസം അത് തകിടം അറിയുന്ന കാഴ്ചയാണ് കണ്ടത്. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന നസ്ലിൻ്റെ ചിത്രമാണ് 1-ാം സ്ഥാനത്ത് വന്നത്. 79,000 ടിക്കറ്റാണ് ഇന്നലെ വിറ്റുപോയത് 24 മണിക്കൂർ കൊണ്ട്. ഗുഡ് വാർ അഗ്ലി എന്ന് പറയുന്ന 2-ാം സ്ഥാനത്ത് വന്നു. 67,000 ടിക്കറ്റ് മാത്രമേ കേവലം വിറ്റുപോയുള്ളൂ. ജാട്ട് എന്ന് പറയുന്ന ചിത്രമാണ്, സണ്ണി ഡിയോളിൻ്റെ ചിത്രമാണെന്ന് തോന്നുന്നു. ജാട്ട് എന്ന് പറയുന്ന ചിത്രം 55,000 ടിക്കറ്റുമായിട്ട് 3-ാം സ്ഥാനത്ത് നിന്നു. സച്ചിൻ എന്ന് പറയുന്ന ചിത്രം 26,000 ടിക്കറ്റുമായിട്ട് 4-ാം സ്ഥാനത്ത് നിന്നു. മരണമാസ് 5-ാം സ്ഥാനത്ത് 20,000 ടിക്കറ്റുമായിട്ടുണ്ട്. ഇന്ത്യയിലെ സിനിമകളുടെ കാര്യം പറഞ്ഞു, 8 സിനിമകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത 8 സിനിമകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരാസറി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ചിത്രം 12,000 ടിക്കറ്റുമായിട്ട് അടുത്ത സ്ഥാനം കൈയടക്കി. പക്ഷേ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രം ബസൂക്ക 8,000 ടിക്കറ്റുമായിട്ട് 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ള വാർത്തയും വളരെ ദുഃഖകരമായ കാര്യമാണ്. അടുത്ത ചിത്രം സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഈ 22-ാം ദിവസവും 8-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് എമ്പുരാനാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ എമ്പുരാൻ 5,000 ടിക്കറ്റുമായിട്ട് 8-ാം സ്ഥാനം ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. കാരണം ഇതിനു കൂടെ റിലീസ് ചെയ്ത പല ചിത്രങ്ങളും വാഷ് ഔട്ടായി കഴിഞ്ഞിരിക്കുന്നു. സൽമാൻ ഖാൻ്റെ സിക്കന്ദർ, അതുപോലെ തന്നെ വിക്രമിൻ്റെ വീര ധീര സൂര്യ, അതിനുശേഷം വന്ന പല ചിത്രങ്ങളും എല്ലാം വാഷ് ഔട്ടായി. ഇപ്പോഴും എമ്പുരാൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എമ്പുരാൻ്റെ ടിക്കറ്റ് വിൽപ്പന 5,000, ബസൂക്കയുടെ 8,000. എമ്പുരാൻ 22 ദിവസമായി, ബസൂക്ക 7 ദിവസം മാത്രമേ ആയുള്ളൂ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. ഇതെല്ലാം ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കണക്കുകളാണ്. ഇത് നമ്മളുണ്ടാക്കിയ കണക്കല്ല. ഇന്ന് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത വാർത്തയും കൂടെ ആണിത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞു ടിക്കറ്റിൻ്റെ നിലവാരം. പക്ഷേ നമ്മൾ പറയുമ്പോൾ ചിലവർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇവൻ സ്വന്തമായിട്ടുണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം ഏഷ്യാനെറ്റ് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സൈഡിൽ അതിൻ്റെ ക്ലിപ്പ് കൊടുത്തേക്കാം. അപ്പം പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദേഷ്യമുണ്ടെങ്കിലും ചീത്ത വിളിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.